ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് ആയിരുന്നത്. രാവിലെ ഈ വിറ്റമിൻ ഡി ഒക്കെ കൊണ്ട് എങ്ങോട്ടേക്കാന്നല്ല, ഇച്ചിരി വിറ്റമിൻ ഡിന്റെ കുറവുണ്ട്, അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്യാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പതിവ് പോലെ തന്നെ അവൾ എന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിന്ന് രണ്ടുപേരും പോകുന്ന വേറൊരു സ്ഥലത്തേക്കാണ്. അത് എവിടത്തേക്കാന്നൊക്കെ ഞങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞു തരട്ടോ. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഈ വീഡിയോ മൊത്തം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു നഷ്ടമാവില്ല. കാരണം അത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്താ പറയുക, നല്ലൊരു ഗ്രാമത്തിലേക്ക് എന്നൊക്കെ പറയാം. എൻ്റെ വീടും ഒരു ഗ്രാമത്തിലൊക്കെയാണ്. ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണ്, പാണ്ടിക്കോട് അമ്പലം. ഇവിടെയും കാണാൻ അടിപൊളിയായിട്ടോ. ഞങ്ങളീ പോകുന്നതൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ല, ഹരിതാപും പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന വേറെ ആരെയല്ല, ഞങ്ങളടുത്ത് 8 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ. ഞങ്ങളാണെങ്കിൽ കറക്റ്റ് ടൈമിന് എത്തി. ഞങ്ങൾ അവനെയും കാത്തു നിൽക്കുകയാണ്. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. എനിക്ക് കിടന്നുറങ്ങുകയാണെന്ന് പോലും പറയാൻ പറ്റില്ല. ഞങ്ങളിങ്ങനെ പറയായിരുന്നു കേട്ടോ. കല്യാണത്തിന്റെ മുന്നേ ഒക്കെ ഞങ്ങൾ ഒരുപാട് ട്രിപ്പ് പോവായിരുന്നു, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരെയും കൂടെ. ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ ഒരു 4 പേരുണ്ടാവും നിർബന്ധമായിട്ട്. ഞാൻ, ഇവള്, പിന്നെ ലിനുഷേച്ചി, അനശ്വര. അതിലൊരുത്തിയാണെങ്കിൽ മെല്ലെ ദുബായിക്ക് കയറി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉള്ള ഒരാളാണെങ്കിൽ ഡെലിവറിയും കഴിഞ്ഞെടുക്കും. പിന്നെ ഞങ്ങളെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഓരോ തിരക്കിലാണ്. ഞങ്ങളാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു കഥയില്ലാണ്ട് നടക്കുന്നതെന്ന് തന്നെ പറയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വന്നു. ഞങ്ങൾ നേരെ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡാഫോഡിൽസ് ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വെച്ചായിരുന്നു എൻ്റെ കല്യാണം നടന്നത്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ എത്തുന്നത് ചെമ്പ്രയാണ്. ഇതൊക്കെ കാണുന്ന ആൾക്കാർ, ചെമ്പ്രയ്ക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറ. നിങ്ങളെ നാട്ടിൽ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ നാടെന്നല്ല, അതിൻ്റെ തൊട്ടേപ്പുറം പാണ്ടിക്കോട് തന്നെയാണ് ഞാനും വരുന്നത്. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തുന്നത് കൂരാച്ചുണ്ട് ടൗണിലാണ്. ഇപ്പം എന്തായാലും കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങളീ പോകുന്ന, വേറെ എവിടത്തേക്കോ അല്ല, നമ്മുടെ തോണിക്കടവിലേക്ക്. കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത്. ഒന്നാമത് ജൂൺ മാസം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ക്ലൈമറ്റ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് മഴയൊക്കെ പെയ്ത് ആ ഒരു കുറച്ചും കൂടെ ഒരു ക്ലൗഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫീലായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഒടുക്കത്തെ വെയിൽ എന്ന് പറയുകയാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ, നല്ല പൊള്ളുന്ന വെയിലായിരുന്നു കേട്ടോ. നമ്മൾ ഈ ജൂൺ മാസത്തിലൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള മഴയും തണുപ്പൊക്കെ അല്ലേ. ഇതൊന്നും ആയിരുന്നില്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. നല്ല പൊള്ളുന്ന വെയിലായിരുന്നേ. ഞങ്ങളുടെ ക്യാമറാമാൻ ആണെങ്കിൽ അവൻ ഫ്രെയിമൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നത്, എവിടെ വെച്ചാൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് പിന്നെ അതൊന്നും അറിയില്ലല്ലോ, വെറുതെ ഇതിലെ കൂടെ നടക്കുക. ഞങ്ങൾ അവനവിടെ കിടന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് ചുമ്മാ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ടനാണെങ്കിൽ ഈ ചൂടത്തെ കറുപ്പൊക്കെ ഇട്ടിരിക്കുന്നു. പിന്നെ കുറേ സമയം ഞങ്ങൾ അവിടെ വന്ന് വീഡിയോസൊക്കെ എടുത്തപ്പോൾ പിന്നെ നല്ല വെയിലടിക്കാൻ തുടങ്ങി. നമ്മൾ ഈ ജൂൺ മാസത്തിൽ കുടയും ചൂടിയാണല്ലോ നടക്കുക. പക്ഷേ ഈ വെയിലിൻ്റെ ചൂട് കാരണം ഞങ്ങൾ ഈ ഷോളൊക്കെ തലയിലിട്ടായിരുന്നു നടക്കുന്നത്. സത്യമായിട്ടും പറയുകയാണെങ്കിൽ നമ്മൾ ജൂൺ മാസത്തിൽ എക്സ്പെക്ട് ചെയ്യാത്ത അത്രയും ചൂടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അതിൻ്റെ അടുത്ത് മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആ വെയിൽ കിട്ടുകയും ചെയ്യുമല്ലോ. പിന്നെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോവാണ്. പക്ഷെ എവിടെ നോക്കുകയാണെങ്കിലും നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊരു ഔട്ട്പുട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലടിച്ച് കയറുന്നുണ്ടായിരുന്നേ. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ രാവിലെ വരേണ്ടിയിരുന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു 8-8:30 ആയിട്ടുണ്ടായിരുന്നു. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഈ പഴയതുപോലെ ഇപ്പോൾ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ചിലപ്പോൾ മഴയൊന്നും ഇല്ലായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ജൂൺ മാസമൊക്കെ ആവുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും അവിടെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്ത ആ ഒരു ഭംഗിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ അങ്ങനെ. നമുക്ക് അവിടെ പോയ ആൾക്കാർക്ക് എന്തായാലും ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ ജൂൺ മാസത്തിലൊക്കെ നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് അവിടുത്തെ ഒരു ലുക്കേ വേറെ തന്നെയാണ്. അത്രയും ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു പശു ഓടിച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ നിന്നാൽ അവിടെ എവിടെയെങ്കിലും ഉരുണ്ട് പോകുമില്ലേ, പശുവിൻ്റെ കുത്ത് വാങ്ങിയിട്ട് നാളെ പേപ്പറിൽ വരും പശു ഇടിച്ച് യുവതി മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അതിനൊന്നും നിൽക്കാതെ ഇപ്പോൾ ഞങ്ങൾ ഓടിയതാണ് അവിടുന്ന്. ആ നിൽക്കുന്ന പശുവാണ് ഞങ്ങൾ ചെറുതായിട്ട് ഓടിക്കാൻ നോക്കിയത്. ഞങ്ങൾ അടുത്ത സ്പോട്ടൊക്കെ നോക്കാൻ പോയി. കാരണം എല്ലാ സ്ഥലത്തും നല്ല വെയിലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഓൾമോസ്റ്റ് എടുത്തു കഴിഞ്ഞു. പിന്നെ നല്ല വെയിലാവാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആകെ ടയേർഡായി ഒരു വെയിലും കൊണ്ട്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ പോകണം. നേരെ വഴി ഉണ്ടായിട്ടും ഇവളാണ് ഞങ്ങൾ ഈ പാലത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കൊണ്ടുപോകുന്നത്. പണ്ടേ ഇവിളി വഴുതെറ്റിക്കാൻ മുൻപന്തിയിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ചായ കുടിച്ചു കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ചൂടത്ത് ഇവരെന്തിനാ ചായ കുടിക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഷിഗല്ല അങ്ങനത്തെ ഓരോ അസുഖങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു പേടി, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചായ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു.
ചായൻ്റെ കൂടെ ഞങ്ങളൊരു പഴംപൊരിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പഴംപൊരി ആയിരുന്നു കേട്ടോ. വീഡിയോസ് എടുക്കുമ്പോൾ ഇവള് പറയണേ എൻ്റെ കൊടവയറ് പുറത്ത് കാണുന്നു. ഇതിപ്പം ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ജന്മനാ കിട്ടിയ പോലെ ഇത് കുറയുന്നില്ല, കൂടുന്നല്ലാതെ. എങ്ങനെ കുറയാൻ? ഒന്നെങ്കിൽ വർക്കൗട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ തിന്നുന്നത് കുറയ്ക്കണം. രണ്ടും നടക്കാത്തതുകൊണ്ട് പിന്നെ അത് ഞങ്ങൾ വലിയ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിട്ടോ. മറ്റേ സ്ഥലത്ത് അത്യാവശ്യം നല്ല ക്രൗഡ് ആവുന്നുണ്ടായിരുന്നു സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസ് എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ പോവുകയാണ് അടുത്ത സ്പോട്ട് കണ്ടിട്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോവാറുണ്ട്. അവിടെ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്ക് പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാമല്ലോ എന്ന് വെച്ച് പോവാണ്. സർപ്രൈസ് ആയിട്ടായിരുന്നു പെട്ടെന്ന് മഴ കിട്ടിയിട്ടോ. കാരണം ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആ പൊരി വെയിലത്ത് ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര ചൂടെടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ നമ്മൾ പറയില്ലേ, ഭയങ്കര ഒരു സമാധാനമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം നല്ല മഴയായിരുന്നു കേട്ടോ കിട്ടിയത്. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. കോമഡി അതൊന്നുമില്ല. നിങ്ങളിപ്പോൾ അതിലെ കൂടെ കുറച്ച് പോത്തുകളൊക്കെ നടന്നു വരുന്നത് കണ്ടില്ലേ? ഇതെല്ലാം കൂടെ കയറി വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു. ഈ പോത്തൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചു. ഞങ്ങളാണെങ്കിൽ കോട്ടൊക്കെ അവിടെ ഊരിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കൊണ്ട് പിന്നെ അതൊന്നും എടുത്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഓടിയെന്ന് തന്നെ പറയാം കേട്ടോ. ശരിക്കും പേടിച്ചു കേട്ടോ. പിന്നെ ലാസ്റ്റ് അവിടുത്തെ ഒരു ചേട്ടനോട് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ കീയും കോട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത്. അങ്ങനെ മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് വേണ്ട ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പോകുന്ന വഴിക്ക് ഞങ്ങൾ എടുത്ത കുറച്ച് വീഡിയോസാണ്. കാരണം അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ അപ്പോഴേക്കും മഴയൊക്കെ പോയിണ്ടായിരുന്നു. വെയിൽ വരാൻ തുടങ്ങി. ഇത് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെയായിരുന്നു കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് മഴയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് വെയിൽ, അങ്ങനെയായിരുന്നു മാറുന്നത്. ഇനി ഞങ്ങൾ നേരെ പോകുന്ന വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തായിട്ട് കപ്പ ബിരിയാണി ഉണ്ട്, ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ കയറിയിട്ട് കപ്പ ബിരിയാണി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ചോറ് കഴിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കപ്പ ബിരിയാണി കഴിക്കാമല്ലോ എന്ന് വെച്ചാൽ അവിടെ കയറി. അത്യാവശ്യം നല്ല കപ്പ ബിരിയാണി ആയിരുന്നു. ഇത് വേറെ എവിടെയല്ല കേട്ടോ, പുറ്റമ്പോയിലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു അവിടെ നിന്ന് കഴിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ട് ഞാനിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോസ് കൂടെയാണല്ലോ അറിയുക. പക്ഷെ നഷ്ടമായില്ല കേട്ടോ. അവിടെ പോയിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വേറെ ഏതോ മൂട്ടിലൊന്നും, കാരണം എൻ്റെ ഒറിജിനൽ എക്സ്പ്രഷൻസായി വരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇട്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പൊറോട്ട കിട്ടിയില്ല കേട്ടോ. പൊറോട്ട ഒക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത, പക്ഷെ ഞാൻ അറിയില്ല, അപ്പം കറണ്ട് പോയി. ബ്യൂട്ടിഫുൾ ഐശ്വര്യം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും മഴ തുടങ്ങിയിട്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിച്ചിട്ട പോലെയായിരുന്നേ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടോ മഴയൊന്നും ചോരാൻ വേണ്ടിയിട്ട്. മഴ ഏകദേശം ചോർന്ന സമയത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. എന്നെ വീട്ടിലാക്കിയിട്ടാണ് ഇവൾക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വേഗം തന്നെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.